ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡിമാൻഡ്സ് ആദിയുടെ കുടുംബത്തിൽ നിന്നും എനിക്കൊന്നും വേണ്ട. ഹരിയേട്ടൻ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്നും ഒരൊറ്റ പൈസ പോലും എനിക്ക് വേണ്ട. വീണയുടെ കണക്കൊക്കെ കീറി കൃത്യ. എന്റെ സ്വത്ത്, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത്, അതാ എനിക്ക് വേണ്ടത്. ജീവൻ ജയിലിലായതുകൊണ്ട് നിങ്ങളെല്ലാരും രക്ഷപ്പെട്ടോന്ന് കരുതണ്ട. വീണ പുറത്തുണ്ട്. നിന്റെയൊക്കെ തലയില് ഇടുത്തിയായിട്ട് പെയ്യാൻ. മനുവിനെ പോലെയല്ല അവന്റെ കുടുംബം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉറക്കെയാണ് സംസാരം. അതാരെയൊക്കെ വേദനിപ്പിക്കുമെന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എത്ര സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞു എന്നറിയോ? മോനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ മോള് സുജാതയുടെ വീട്ടിൽ നിന്നോട്ടേന്ന്. അമ്മേ, അങ്ങനെയൊക്കെ അവര് പറഞ്ഞോ? എന്നോട് പറഞ്ഞത് പോട്ടെ, അച്ഛന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ധിക്കാരത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ രഘുവേട്ടൻ എല്ലാം കേട്ട് നിന്നതേ ഉള്ളൂ. ബന്ധുക്കളോടുള്ള മര്യാദ. അപ്പോ ആ ബന്ധത്തില് ഒരു വിള്ളലുണ്ടാക്കിയത് ഞാനല്ലേ അമ്മേ? അമ്മയ്ക്ക് എന്നെ ചേർത്ത് പിടിച്ച് മതിയായില്ലേ? പണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ശാപം കിട്ടിയ ജന്മാണ് എന്റേതെന്ന്. തൊടുന്നവർക്കൊക്കെ ആ ശാപം പടരും. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ മോളെ? വിവരമില്ലാത്ത ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് നീ ഏറ്റുപിടിക്കുകയാണോ? മുൻപൊക്കെ ചെയ്തിരുന്ന പോലെ ആദ്യമോൻ എവിടെയെങ്കിലും ഓടിപ്പോയതാണെന്ന് മനസ്സ് പറയുന്നു. ആഹാ, എടി നീ കൊറേ നേരമല്ലേ ഈ ടിവിയുടെ മുമ്പില്? അച്ഛൻ സീ കേരളത്തിന് പുതിയ ലോഗോ കണ്ടോ? എവിടെ? ആഹാ, നല്ല രസമുണ്ടല്ലേ? ആ, ഓരോ പുതിയ മാറ്റവും മുന്നോട്ടുള്ള ചുവടുവയ്പ്പാണ്. പുതിയ ലോഗോ, പുതിയ സമയക്രമം, പുതിയ ജീവിത കാഴ്ചകൾ. നമ്മൾ സീ കേരളത്തിനൊപ്പം. പേടിക്കാനുണ്ട്. അമ്മയുടെ മോൻ ജയിലിലേക്ക് പോയപ്പോ കൂടെയുള്ളവരോട് എന്തൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ചിന്തയും ആ വഴിക്ക് തന്നെയാ മോളെ. ഇടയിലിപ്പം മനു ഉള്ളത് ഒരാശ്വാസം. അന്വേഷണമൊക്കെ അവന് നേരിട്ട് നടത്താൻ പറ്റുമല്ലോ. മോളെ, നമ്മുടെ ആദ്യം അവൻ കണ്ടുപിടിക്കും. നമ്മുടെ ആദ്യം മോനെ പോലീസുകാർ ഇവിടെ കൊണ്ടുവരും. നല്ലതിന് ശ്രമിച്ചിട്ട് അതൊരു ദുരന്തമായി മാറി. ഞാനത് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവൻ കരഞ്ഞോട്ടെ, എന്നെ കാണാതെ ബഹളം വെച്ചോട്ടെ എന്ന് കരുതി എവിടെയെങ്കിലും ഇരുന്നാ മതിയായിരുന്നു. എങ്കിൽ എന്റെ മോൻ ഒരിടത്തും പോവില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. കരയല്ലേ മോളെ?
സംഭവിക്കരുത്. നിനക്ക് എന്താ വേണ്ടത്? അവസാനം ഹരിയേട്ടൻ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? ഇക്കാര്യത്തിൽ നിന്റെ മുന്നിൽ തോറ്റു തരാൻ ഞാൻ. ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നവർക്ക് ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, നീ അത് പറഞ്ഞോ, ഞാനത് ചെയ്യാം. ഹാ. നിത്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹരിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഹരിയേട്ടാ ഇങ്ങനൊരു കുട്ടിക്കളി ഞാൻ കളിച്ചത്. കുഞ്ഞ് തിരിച്ചെത്തിയില്ലെങ്കിലേ ജ്യോതിയും മനുവും പതുക്കെ പതുക്കെ ആ സുജാത പോലും നിത്യയെ വെറുക്കും. അത് ഹരിയേട്ടന് സഹിക്കാൻ പറ്റുമോ? ഹരിയേട്ടന്റെ ആരാധികയല്ലേ നിത്യ? ഹരിയേട്ടന്റെ സ്നേഹം മുഴുവൻ കൊടുക്കുന്ന പെണ്ണല്ലേ? മതി, നിന്റെ ഡിമാൻഡ്സാ ഞാൻ ചോദിച്ചത്. ഡിമാൻഡ്സ്? ആദിയുടെ കുടുംബത്തിൽ നിന്നും എനിക്കൊന്നും വേണ്ട. ഹരിയേട്ടൻ അധ്വാനിച്ച് സമ്പാദിച്ചതിൽ നിന്നും ഒരൊറ്റ പൈസ പോലും എനിക്ക് വേണ്ട. വീണയുടെ കണക്കൊക്കെ കീറി കൃത്യ. എന്റെ സ്വത്ത്, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത്, അതാ എനിക്ക് വേണ്ടത്. വീണേ, അത് അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കണം, അതാ എനിക്ക് വേണ്ടത്. അല്ലെങ്കിലേ മിസ്റ്റർ രാമകൃഷ്ണന്റെ ചെവി ചെന്ന് പറഞ്ഞു കൊടുക്കണം, പൊന്നുമോന്റെ പ്രിയപ്പെട്ട വീട്ടില് ചിലതൊക്കെ സംഭവിക്കൂന്ന്. നിൽക്കാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ ഞാൻ ഒരാളോടും കനിവ് പോലും കാണിക്കില്ലെന്ന്. കൊല്ലും ഞാൻ, കൊന്നു തള്ളും ഞാൻ. പിന്നൊരു ഇടപാടാകുമ്പോ അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. തൽക്കാലം ഒരു ആശ്വാസം ഞാൻ തരാം. ഒരിക്കൽ എന്നെ അന്വേഷിച്ച് ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു. ഒരു 50 lakhs ഞാൻ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ്. അയാൾ ഇപ്പോഴും എന്റെ പുറകെ തന്നെയാ. എനിക്ക് ആ കടമൊന്ന് വീട്ടണം. അതുകൊണ്ട് ആദ്യ ഗഡുവായിട്ട് ഒരു 50 ലക്ഷം രൂപ ഇങ്ങ് തന്നാ മതി. തൽക്കാലം ഞാനെങ്കിൽ ക്ഷമിക്കാം. ഇത് കൊള്ളാവുന്ന ഓഫറാ. ഹരിയേട്ടാ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് തളർന്നുള്ള നിങ്ങളുടെ ഈ നിപ്പ് കാണാൻ. പിന്നെ പണം കൊണ്ടുവരുമ്പോ ഹരിയേട്ടൻ മാത്രം വന്നാ പോരാ, അച്ഛനും കൂടെ വരണം. അച്ഛന്റെ കയ്യിൽ നിന്നേ ഞാൻ ആ പണം വാങ്ങും. എന്നാലേ ആദ്യം പുറത്തിറങ്ങും. അപ്പോ ഡിമാൻഡ് എല്ലാം സംസാരിച്ചു തീർന്നു. Now your time starts.